വെക്റ്റർ ഇൻ്റഗ്രേഷനാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വെക്റ്റർ ഇൻ്റഗ്രേഷനകത്ത് നമുക്ക് 3 കൈൻഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻസ് വരുന്നുണ്ട്. ലൈൻ ഇൻ്റഗ്രൽ, സർഫേസ് ഇൻ്റഗ്രൽ, വോളിയം ഇൻ്റഗ്രൽ. ഓക്കെ, സോ അതിനകത്ത് നമുക്ക് ഓരോ ഇൻ്റഗ്രൽസും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഫിസിക്സിനകത്ത് 2 കൈൻഡ്സ് ഓഫ് ഫീൽഡ്സ് ആണ് വരുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കേലാർ ഫീൽഡും വെക്റ്റർ ഫീൽഡും. ഓക്കെ, സോ ഒരു സ്കേലാർ ഫീൽഡ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊരു റീജിയൻ ഉണ്ടെങ്കിൽ ആ റീജിയനിൽ ഓരോ പോയിന്റിലും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ φ(r) ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സ്കേലാർ ഫംഗ്ഷൻ. നമ്മളൊരു റീജിയൻ എടുത്തു കഴിഞ്ഞാൽ ആ റീജിയനിൽ ഓരോ പോയിന്റിലും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്കേലാർ ഫംഗ്ഷൻ φ(r) ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദിസ് φ ഇസ് എ സ്കേലാർ ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ. ഓക്കെ, സോ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നത് നമ്മുടെ ടെമ്പറേച്ചർ, പ്രഷർ, ആൾട്ടിറ്റ്യൂഡ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ, ഇതൊക്കെ നമ്മുടെ സ്കേലാർ ഫീൽഡിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേറെ ഉള്ളത് ആരാണ്? വെക്റ്റർ ഫീൽഡാണ്. വെക്റ്റർ ഫീൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? അപ്പോൾ ഒരു റീജിയനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് എ വെക്റ്റർ ഈസ് ഡിഫൈൻഡ് അറ്റ് ഈച്ച് പോയിന്റ് ഇൻ എ റീജിയൻ, സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? വെക്റ്റർ ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ എന്ന് വിളിക്കാം, അല്ലേ? സോ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ദെൻ നമ്മുടെ വിൻഡ് വെലോസിറ്റി ഒക്കെ പറയാൻ പറ്റും. വിൻഡ് വെലോസിറ്റി പറയാം, ട്രാഫിക് ഫ്ലോസ് പറയാം, അങ്ങനെ ഒരുപാടെണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ലൈൻ ഇൻ്റഗ്രൽ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കേലാർ ഫീൽഡും വെക്റ്റർ ഫീൽഡും ഉള്ളതുകൊണ്ട് തന്നെ ലൈൻ ഇൻ്റഗ്രൽസ് നമുക്ക് 3 ടൈപ്പ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് വരാം. ഓക്കെ, ലൈൻ ഇൻ്റഗ്രൽ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ കയ്യിലൊരു ലൈൻ എലമെൻറ്റ് dr ഉണ്ടാവും, അല്ലേ? ഇൻക്രിമെൻ്റ് ഇൻ ലെങ്ത്ത് dr, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ വരുന്നത്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ഓവർ എ ലൈൻ, അതിനെയാണ് നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ലൈൻ ഇൻ്റഗ്രലിൽ നമുക്ക് 3 കൈൻഡ്സ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് വരുന്നുണ്ട്. സോ സൈ dr, ഇൻ്റഗ്രൽ സൈ dr, ഈ സൈ എന്ന് പറയുന്ന ആളാരാണ്? നമ്മുടെ സ്കേലാർ ഫംഗ്ഷനാണ്. ഓക്കെ, സോ സൈ dr എന്ന് പറയുന്നത് ഒരു ലൈൻ ഇൻ്റഗ്രലാണ്. ദെൻ നമ്മൾ വെക്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് 2 കൈൻഡ്സ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? വി ഡോട്ട് dr ഉണ്ടാവും, വി ക്രോസ് dr ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് നമുക്കാകെ 3 ലൈൻ ഇൻ്റഗ്രൽസ് വരുന്നത്. സോ അതിനകത്ത് സൈ എന്ന് പറയുന്നത് സ്കേലാറാണ്, വി വെക്റ്ററാണ്, dr എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ഓഫ് ലെങ്ത് ആണ്. ദെൻ സി എന്ന് പറയുന്നത് നമ്മൾ ആ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നമ്മൾ ഏത് പാത്തിലൂടെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സോ ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ സി വെച്ചിട്ട് ഡിഫൈൻ ചെയ്തത്. ദ കർവ് അലോങ് വിച്ച് ദ ഇൻ്റഗ്രേഷൻ ഈസ് ഡൺ. ഓക്കെ, സോ ആ കർവ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സി എന്ന് പറയുന്നത് ദ കോണ്ടൂർ ക്യാൻ ബി ഓപ്പൺ ഓർ ക്ലോസ്ഡ്. അത് ഓപ്പൺ ആവാം, ക്ലോസ്ഡ് ആവാം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കിപ്പോൾ ഒരു സർക്കിൾ പോലെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആവാം, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു ലൈൻ എലമെൻ്റ് ആവാം. അതായത് എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ക്ലോസ്ഡ് ലൂപ്പാണ്, അല്ലേ? അതല്ല എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഓപ്പൺ ലൂപ്പാണ്. ഓക്കെ, ഈ 3 ലൈൻ ഇൻ്റഗ്രൽസിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ സെക്കൻഡ് ഇൻ്റഗ്രലാണ്. നമ്മുടെ ഫിസിക്സിൽ മെയിനായിട്ട് നമുക്ക് അപ്ലിക്കേഷൻ വരുന്ന ലൈൻ ഇൻ്റഗ്രൽ ഈ സെക്കൻഡ് ഇൻ്റഗ്രലാണ്, വി ഡോട്ട് dr എന്ന് പറയുന്ന ഇൻ്റഗ്രലാണ്. ഓക്കെ, അതിന് മുമ്പേ ലൈൻ ഇൻ്റഗ്രൽ എന്നുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. ലൈൻ ഇൻ്റഗ്രൽ ഈസ് കൺസേൺഡ് വിത്ത് measuring the integrated interaction with a field as you move through it on some defined path. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പ്ലേസിൽ ഒരു സിറ്റിക്കകത്തെ പൊല്യൂഷൻ ഡെൻസിറ്റി ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും. ഓക്കെ, പൊല്യൂഷൻ ഡെൻസിറ്റി ഫീൽഡ് ഒരു സിറ്റിയുടെ. അപ്പം നമ്മൾ ആ ഒരു സിറ്റിയിൽ ഏതെങ്കിലും ഒരു പാത്തിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലൈൻ ഇൻ്റഗ്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗ മച്ച് ഓഫ് ദിസ് പൊല്യൂഷൻ യു ഹാവ് ബ്രെത്ത് ഇൻ. ഓക്കെ, അതാണ് അത് അക്കൗണ്ട് ചെയ്യുന്നത്. സോ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഇൻ്ററാക്ഷൻ വിത്ത് ദ ഫീൽഡ് ആസ് യു മൂവ് ത്രൂ ഇറ്റ്. ഓക്കെ, ഓൺ സം ഡിഫൈൻഡ് പാത്ത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു അവർ പോയിൻറ്റ്, നമ്മുടെ ഈ സെക്കൻഡ് ഇൻ്റഗ്രലിനെയാണ് എന്ത് പറഞ്ഞത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലേ? സോ ആ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നമ്മുടെ സൈ dr എക്സ്പാൻഡ് ചെയ്തതാണ്. ബിക്കോസ് dr എന്ന് പറയുന്ന ആൾ നമ്മൾ കാർട്ടീഷ്യനകത്ത് എന്താ വരിക? x cap dx
പ്ലസ് വൈ ക്യാപ് ഡി വൈ പ്ലസ് സെഡ് ക്യാപ് ഡി സെഡ് ആണ് അല്ലേ. സോ നമ്മൾ ആ ഫസ്റ്റ് ഇൻറ്റഗ്രലിനകത്ത് ഈ ഡി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് ക്യാപ് ഇൻറ്റു സൈ ഡി എക്സ് പ്ലസ് വൈ ക്യാപ് ഇൻറ്റു ഇൻറ്റഗ്രൽ സൈ ഡി വൈ പ്ലസ് സെഡ് ക്യാപ് ഇൻറ്റു ഇൻറ്റഗ്രൽ സൈ ഡി സെഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് വൈ സെഡ് പുറത്തെടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ദ കാർട്ടീഷ്യൻ യൂണിറ്റ് വെക്റ്റേഴ്സ് അല്ലേ. അവരുടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എല്ലാ സമയത്തും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അവരെ പുറത്തെടുക്കാൻ പറ്റിയത്. ദാറ്റ് ഇസ് നോട്ട് കേസ് വിത്ത് അതർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, മറ്റു കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്തെ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ കേസ് ഇങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് ഇൻറ്റഗ്രൽ, അതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഇൻറ്റഗ്രൽ വി ഡോട്ട് ഡി ആർ ആണ്. ഓക്കെ, വി ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പം നമുക്കറിയാം വി എന്ന് പറയുന്ന വെക്ടറിന് 3 കമ്പോണൻസ് ഉണ്ടാവും അല്ലേ. എക്സ് ഡയറക്ഷനിൽ, വൈ ഡയറക്ഷനിൽ, സെഡ് ഡയറക്ഷനിൽ. സോ നമ്മൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് വി വിൽ ഹാവ് ദ ഇൻറ്റഗ്രേഷൻ ആസ് വി എക്സ് ഡി എക്സ് പ്ലസ് വി വൈ ഡി വൈ പ്ലസ് വി സെഡ് ഡി സെഡ് അല്ലേ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ഈ വി ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന ഫോമിലുള്ള ഇൻറ്റഗ്രേഷൻ നമുക്ക് വരുന്നത് എവിടെയാണ്? ഫസ്റ്റ് നമ്മൾ എലിമെൻ്ററി ക്ലാസ്സിൽ പഠിക്കുന്നത് ഏതിലാണ്? വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലേ. നമ്മളൊരു വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫോഴ്സ് എഫ് കാരണമുള്ള വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ് ചെയ്യുക അല്ലേ. എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ എഫ് വൈ ഡി വൈ പ്ലസ് ഇൻറ്റഗ്രൽ എഫ് സെഡ് ഡി സെഡ് എന്ന് വരും അല്ലേ. ഓക്കെ, അതാണ് ഒരെണ്ണം വരുന്നത്. ദെൻ നെക്സ്റ്റ് ആംബിയേഴ്സ് ലോയിൽ വരുന്നുണ്ട് അല്ലേ. ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ബി ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു μ0 ടൈംസ് ഐ എൻക്ലോസ്ഡ്. ഓക്കെ, ആംബിയേഴ്സ് ലോയിൽ വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഒരു എലമെൻറ്റ് ഓഫ് വയർ ഉണ്ടെന്ന് വിചാരിക്കുക. ലെങ്ത് ഡി ആർ വരുന്ന ഒരു എലമെൻറ്റ് ഓഫ് വയർ ഉണ്ട് ക്യാരിയിങ് എ കറണ്ട് ഐ. ഇഫ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഇൻറ്റൻസിറ്റി ബി, ദെൻ അവിടുത്തെ ഫോഴ്സ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? ഡി എഫ്, സ്മോൾ ഫോഴ്സ് നമ്മൾ ഡി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ബി ആർ എന്ന് പറയും. ഓക്കെ, ദെൻ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഐ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി ആർ ക്രോസ് ബി ആണ് വരിക അല്ലേ. ഡി ആർ ക്രോസ് ബി ഇത് നമ്മുടെ ഏത് കൈൻഡ് ഓഫ് ലൈൻ ഇൻറ്റഗ്രലിന് എക്സാമ്പിളാണ്? തേർഡ് കൈൻഡിന് അല്ലേ. വി ക്രോസ് ഡി ആർ വരുന്ന തേർഡ് കൈൻഡിന് എക്സാമ്പിളാണ് നമ്മുടെ ഫോഴ്സ് ഓൺ എൻ എലമെൻറ്റ് ക്യാരിയിങ് കറണ്ട് ഡി എ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ലൈൻ ഇൻറ്റഗ്രലിനകത്ത് വരുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മുടെ ആ പാത്ത് സ്പെസിഫൈഡ് ആയിരിക്കണം. ഓക്കെ, ആ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ പാത്ത് സ്പെസിഫൈഡ് ആയിരിക്കണം. പക്ഷേ എല്ലാ കേസിലും പാത്ത് ഡിപ്പെൻഡ് ആവണം എന്നില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് ഫീൽഡ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. കൺസർവേറ്റീവ് ഫീൽഡ്സ് എന്താണ്? ഈ കൺസർവേറ്റീവ് ഫീൽഡ്സിനെ നമ്മൾ പ്രത്യേകത എന്താണ്? അവിടുത്തെ ആ ഒരു ലൈൻ ഇൻറ്റഗ്രൽ എന്തായിരിക്കും? ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ആയിരിക്കും അല്ലേ. സോ ലൈൻ ഇൻറ്റഗ്രലും പാത്ത് ഡിപ്പെൻഡൻ്റ് ആണ് ജനറലി. പക്ഷേ അതിലൊരു സ്പെഷ്യൽ കേസാണ് എന്ത്? കൺസർവേറ്റീവ് ഫീൽഡ്സിൻ്റെ കേസ്. കൺസർവേറ്റീവ് ഫീൽഡ്സിൻ്റെ കേസിൽ നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആ ലൈൻ ഇൻറ്റഗ്രലിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഈ പാത്ത് ഡിപ്പെൻഡൻസിന് പറയുന്ന ഒരു ചെറിയ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഫോഴ്സ് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫ്രം ഗോയിങ് ഫ്രം ഒറിജിൻ ടു ദ പോയിൻറ്റ് 1 1. ഓക്കെ, 0 0 എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നിന്ന് 1 1 എന്ന് പറഞ്ഞ പോയിൻറ്റിലേക്ക് ഈ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന വർക്ക്. ഓക്കെ, സോ നമുക്കതിന് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ ആണ്. ദെൻ എഫിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് വരുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. സോ അവിടുത്തെ ഡി ആർ നമുക്ക് എന്ത് വരും? ഡി എക്സ് എക്സ് ക്യാപ് പ്ലസ് ഡി വൈ വൈ ക്യാപ്പ് ആണ് വരിക അല്ലേ. സോ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എഫ് എക്സ് എന്താ? മൈനസ് വൈ ആണ് അല്ലേ. സോ മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ എന്ന് വരും. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കറിയാം എക്സും വൈയും എന്താണ്? 0 0യിൽ നിന്ന് 1 1ലേക്കാണ് പോകുന്നത് അല്ലേ. സോ എക്സിൻ്റെയും വൈൻ്റെയും ലിമിറ്റ് എന്താ വരിക? 0 to 1 ആണ് വരിക അല്ലേ. 0 to 1 രണ്ടെണ്ണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ആ പാത്ത് സ്പെസിഫൈ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പാത്ത് എന്ന് വിചാരിക്കുക. അതായത് 0 0യിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നു? 1 0യിലേക്ക് പോകുന്നു. ദെൻ 1 0 0യിൽ നിന്ന് 1 1ലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ പാത്ത് എങ്കിൽ നമ്മളിവിടെ ഇൻറ്റഗ്രേഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഡി എക്സ് ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു പാത്ത് നോക്കാം. ഫസ്റ്റ് പാത്ത് ഈ പാത്തിനകത്ത് വരുമ്പം അവിടെ എന്താണ്?
അവിടെ y 0 ആണ് അല്ലേ. y 0 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ഇൻ്റഗ്രലിലെ വൈയുടെ പോയിന്റിൽ നമ്മൾ എന്ത് കൊടുക്കും? 0 എന്ന് കൊടുക്കും. ഓക്കെ. ദെൻ y ചേഞ്ച് ചെയ്യുന്ന സമയത്ത് y 0 to 1 ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് ഇവിടെ നിൽക്കുന്നത് അല്ലേ, കാരണം ഈ ഒരു പാത്തിലാണ് 0 to 1 y ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സിൻ്റെ വാല്യൂ അന്നേരം 1 ആണ്. സോ ഈ സെക്കൻഡ് ഇൻ്റഗ്രലിൽ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ഇൻ്റഗ്രൽ 0 ആയിപ്പോകും അല്ലേ, കാരണം ഡി എക്സ് 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് y 0 ആണ്. സോ ദിസ് ഇസ് 0. 0 ആവുന്ന സമയത്ത് നമുക്ക് ഈ സെക്കൻഡ് ഇൻ്റഗ്രലിൽ നിന്നാണ് റിസൾട്ട് വരിക. സോ ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ y കിട്ടും, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും അല്ലേ. ഇനി അതേ ഇൻ്റഗ്രേഷൻ തന്നെ നമ്മൾ ഈ ഒരു പാത്ത് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് 0 to 0 1 ദെൻ 0 1 to 1 1 കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഈ ഇൻ്റഗ്രേഷനകത്ത് ഈ ഒരു ഇൻ്റഗ്രേഷനകത്ത് എന്താ വരിക? ഫസ്റ്റ് നമ്മൾ എന്താണ് ഡി എക്സ് ചേഞ്ച് ചെയ്യുന്നത് ഏതാ? ഈ ലൈനിലാണ് അല്ലേ. 0 1 to 1 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് പാത്തിലാണ് ഡി എക്സ് ചേഞ്ച് ചെയ്യുന്നത്. ഡി എക്സ് 0 to 1 ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ y വാല്യൂ അവിടെ എത്രയാണ്? 1 ആണ്. സോ ഇവിടെ yക്ക് നമുക്ക് 1 വരും. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഡി വൈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡി വൈ 0 to 1 ചേഞ്ച് ചെയ്യുന്നത് ഈ ഫസ്റ്റ് പാത്തിലൂടെയാണ്. അവിടെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എക്സ് വാല്യൂ 0 ആണ്. സോ സെക്കൻഡ് ഇൻ്റഗ്രലിൽ എക്സ് നമുക്ക് 0 ആയിപ്പോകും. സോ ദ റിസൾട്ട് ഈസ് -1. ഓക്കെ, ആ സമയത്ത് നമുക്ക് -1 എന്നാണ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ആ പാത്തിനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റഗ്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു എല്ലാ സമയത്തും ഇതല്ല കേസ്. There exists a class of vector fields for which the line integral between 2 points is independent of the path taken. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസർവേറ്റീവ് ഫീൽഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് സർഫസ് ഇൻ്റഗ്രലാണ്. ഓക്കെ, സർഫസ് ഇൻ്റഗ്രലിനകത്തും ഇതുപോലെ നമുക്ക് 3 kinds of ഇൻ്റഗ്രേഷൻസ് വരും. കാരണം എന്താണ്? നമുക്ക് സ്കേലാർ ഫീൽഡ് ഉണ്ട്, ദെൻ വെക്റ്റർ ഫീൽഡും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സ്കേലാർ ഫീൽഡിൻ്റെ ഇൻ്റഗ്രേഷൻ വരുന്ന ഒരു ഇൻ്റഗ്രേഷനും ദെൻ വെക്റ്റർ വരുന്ന സമയത്ത് നമ്മുടെ ഈ സർഫസ് എലമെൻറ്റ് ഡി സിഗ്മ എന്ന് പറയുന്നതും എന്താണ്? ഒരു വെക്റ്ററാണ്. സോ അതുമായിട്ടുള്ള ഡോട്ട് പ്രൊഡക്റ്റും വരും, ക്രോസ് പ്രൊഡക്റ്റും വരും. ഓക്കെ, സോ 3 ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സൈ ഡി സിഗ്മ, ദെൻ വി ഡോട്ട് ഡി സിഗ്മ, ദെൻ വി ക്രോസ് ഡി സിഗ്മ. ഓക്കെ, ഈ 3 എണ്ണമാണ് വരുന്നത്. ഇതിനകത്ത് നമ്മുടെ ഡി സിഗ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏരിയ എലമെൻറ്റ്. ദെൻ ഇതിനകത്തും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രേഷൻ തന്നെയാണ്, വി ഡോട്ട് ഡി സിഗ്മ. അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും, നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒക്കെ കേസിൽ ഇ ഡോട്ട് ഡി എസ് പറയുന്നത് അല്ലേ. ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്തായിരുന്നു സംഭവം? ഫ്ലക്സ് ആണ് അല്ലേ. ഫ്ലക്സ് ത്രൂ ദ ഗിവൺ സർഫേസ്. ഫ്ലക്സിനെ നമ്മൾ ആ ഒരു ഫീൽഡിൻ്റെ ഫ്ലക്സിനെയാണ് നമ്മൾ വി ഡോട്ട് ഡി എസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡി സിഗ്മ എന്ന് പറയുന്നത് ചില പ്ലേസിൽ നിങ്ങൾക്കത് ഡി എസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണാം കേട്ടോ. ഡി സിഗ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏരിയ എലമെൻറ്റ് എന്നുള്ളത് പറഞ്ഞു. സോ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പൊതുവേ നമ്മുടെ സർഫസ് ക്ലോസ്ഡ് സർഫസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ബലൂണൊക്കെ പോലെ. ഓക്കെ, അങ്ങനെ ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ നമ്മൾ ഔട്ട്വേർഡ് നോർമലിനെയാണ് എന്തായിട്ട് എടുക്കുക? നമ്മുടെ ഏരിയയുടെ ഡയറക്ഷനായിട്ട് എടുക്കുക. ഏരിയ എലമെൻറ്റിൻ്റെ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ എവിടെയാണോ ഏരിയ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഔട്ട്വേർഡ് നോർമലാണ്. ഓക്കെ, ഇനി നമ്മുടെ സർഫസ് ഓപ്പൺ സർഫസ് ആണെന്ന് വിചാരിക്കാം. ഓപ്പൺ സർഫസ് ആണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കവിടെ 2 ഡയറക്ഷൻസ് പോസിബിൾ ആണ് അല്ലേ. ആ 2 ഡയറക്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ, അതായത് ഏരിയയുടെ ഡയറക്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡയറക്ഷൻ ഇൻ വിച്ച് ദ പെരിമീറ്റർ ഓഫ് ദ ഓപ്പൺ സർഫസ് ഈസ് ട്രാവേഴ്സ്ഡ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഓപ്പൺ സർഫസ് ആണെന്ന് വിചാരിക്കും. സോ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ പെരിമീറ്റർ, ഈ ഒരു സർഫസിൻ്റെ പെരിമീറ്റർ ട്രാവേഴ്സ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡയറക്ഷൻ, അതാണ് ഇവിടെ ഈ ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ പെരിമീറ്റർ ട്രാവേഴ്സ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ്റെ അറൗണ്ടായിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് നമ്മൾ കേൾ ചെയ്യും. ഓക്കെ, സോ അന്നേരം നമ്മുടെ തമ്പ് പോയിൻ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണോ ആ ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ സർഫസിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, സോ അതാണ് എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ വരും. ദെൻ ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് സർഫസ് ഇൻ്റഗ്രലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, നമ്മുടെ വി ഡോട്ട് ഡി സിഗ്മ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾ. സോ ഇറ്റ് ഇസ് ഫ്ലക്സ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് ത്രൂ എ സർഫസ് അല്ലേ, അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വി ഡോട്ട് ഡി സിഗ്മ നമ്മൾ മുകളിൽ എഴുതിയപ്പോൾ ഡി സിഗ്മയാണ് യൂസ് ചെയ്തത്, ഇവിടെ ഞാൻ വി ഡി എസ് ആണ്. വാട്ട് എവർ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഏരിയ എലമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത്
നമുക്ക് മാസ് ഓഫ് എ ഫ്ലൂയിഡ് ക്രോസിങ് എ സർഫസ് എലമെൻറ്റ്. ഓക്കെ, മാസ് ഓഫ് എ ഫ്ലൂയിഡ് ക്രോസിങ് എ സർഫസ് എലമെൻറ്റ് ds അറ്റ് ആർ ക്യാപ്പ്. നമ്മളൊരു പോയിൻ്റ് നമ്മൾ എടുക്കുകയാണ്. ഒറിജിനിൽ ആർ ഡയറക്ഷൻ, ആർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിൻ്റ് നമ്മൾ ചൂസ് ചെയ്യണം. ആ പോയിന്റിൽ നമ്മളൊരു ചെറിയ ഏരിയ എലമെൻറ്റ് ds എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ dsനകത്തൂടെ പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് ഇൻ എ ടൈം dt എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ദറ്റ് ഈസ് dm ഇസ് ഈക്വൽ ടു റോ വി ഡോട്ട് റോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്, വി വെലോസിറ്റിയാണ്. സോ റോ വി ഡോട്ട് ഡി എസ് ഇൻറ്റു ഡി ടി ആണ്. ഓക്കെ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് മാസ്, ഓക്കെ, ഈ റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് മാസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് ഈസ് ഡി എം ബൈ ഡി ടി, റേറ്റ് ഓഫ് ഗെയിൻ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ റോ ഓഫ് ആർ വി ഓഫ് ആർ ഡോട്ട് ഡി എസ്. ഇവിടെ റോ എന്ന് പറയുന്നത് നമ്മുടെ ഡെൻസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഡെൻസിറ്റി നമുക്ക് പൊസിഷൻ ഡിപ്പെൻഡൻ്റ് ആണെങ്കിലാണ് റോ ഓഫ് ആർ എന്ന് വരുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റോയിനെ പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ റോ ഓഫ് ആർ വി ഓഫ് ആർ ഡോട്ട് ഡി എസ്. ഓക്കെ, സോ അതാണ് സർഫസിൽ വരുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സർഫസ് ഇൻറ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പം ഇതിനകത്ത് നമുക്ക് ഇൻറ്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതായത് ഫ്ലക്സ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതിനകത്ത് എഫ് തന്നിട്ടുണ്ട്, ഫീൽഡ് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട്. ആൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഈ ഒരു സർഫസിനകത്താണ്. ഓക്കെ, ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് എക്സ് ആക്സിസ് ആയിട്ട് എടുത്തത്, ഇങ്ങോട്ട് പോകുന്ന ഇതാണ് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇത് ക്വസ്റ്റ്യനിൽ തന്ന ഫിഗറാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എടുത്തത്. ഓക്കെ, ഇതിനകത്ത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഈ ഷെയ്ഡഡ് സർഫസിനകത്തൂടെയുള്ള എഫ് ഡോട്ട് ഡി എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എഫ് തന്നു, ഡി എസ് ആണ് ഇനി എഴുതേണ്ടത് അല്ലേ. ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഈ ഏരിയ എന്തായിരിക്കും വരിക? ഇതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ക്യാപ്പ് ഡയറക്ഷനിലാണ് അല്ലേ. പോസിറ്റീവ് എക്സ് ക്യാപ്പ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് എക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സർഫസ് ആണത് അല്ലേ. സോ അതിനകത്ത് നമുക്ക് വേരിയേഷൻ വരുന്നത് ഏതിലൊക്കെയാണ്? ഡി വൈയും ഡി സെഡും ആണ് അല്ലേ. സോ ദ ഏരിയ എലമെൻറ്റ് വിൽ ബി ഡി എസ് ഇസ് ഈക്വൽ ടു ഡി വൈ ഡി സെഡ് എക്സ് ക്യാപ്പ് എന്നായിരിക്കും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം? ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഇവിടെ അപ്പം എക്സ് ക്യാപ്പ് ഡോട്ട് എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് വരുള്ളൂ. സോ അത് കൊടുക്കുക. ദെൻ വൈയുടെയും സെഡിൻ്റെയും വേരിയേഷൻ നമ്മളിവിടെ യൂണിറ്റ് ക്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് ക്യൂബ്, കാരണം എക്സ് ഈക്വൽ ടു 1 ആണ്, യൂണിറ്റ് ക്യൂബാണത്. ഓക്കെ, സോ അതിനകത്ത് നമ്മുടെ വൈയും സെഡും വാല്യൂസ് വാരി ചെയ്യുക എന്താണ്? 0 to 1 ആയിരിക്കും. സോ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ആൻസർ 1/2. ഇപ്പോൾ ഇവിടെ നമുക്ക് സർഫസ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. ചില കേസിൽ നമ്മളെടുത്ത് സർഫസിൻ്റെ ഇക്വേഷൻ ആയിരിക്കും തരിക. സർഫസിൻ്റെ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ അവിടെ നമ്മുടെ നോർമൽ വെക്റ്റർ, നമുക്ക് ആ സർഫസിന് നോർമൽ വെക്റ്റർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ നേരത്തെ പഠിച്ച ഗ്രേഡിയൻ്റ് യൂസ് ചെയ്യാം നമുക്ക് അല്ലേ. കാരണം ഗ്രേഡിയൻറ്റിൻ്റെ വെക്റ്റർ, അതായത് ഡെൽഫൈ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസിന് നോർമലായിരിക്കും. ഓക്കെ, ഡെൽഫൈയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സർഫസിന് നോർമലായിട്ടായിരിക്കും വരിക. സോ നമ്മൾ ആ ഡെൽഫൈ ഓക്കെ, നമ്മളിങ്ങനെ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സർഫസിന് നോർമലായിട്ടായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ വരിക? നമ്മുടെ ഗ്രേഡിയൻറ്റ് ഡെൽഫൈയുടെ ഡയറക്ഷൻ വരിക. ഓക്കെ, സോ നമുക്കൊരു സർഫസിൻ്റെ ഇക്വേഷനാണ് തന്നതെങ്കിൽ അവിടുത്തെ എൻ ക്യാപ്പ് യൂണിറ്റ് വെക്റ്റർ, നോർമൽ യൂണിറ്റ് വെക്റ്റർ എൻ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ യൂണിറ്റ് വെക്റ്ററാണ് അല്ലേ. സോ ഡെൽഫൈ എന്ന് പറയുന്ന വെക്റ്ററിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ആ ഒരു സർഫസിന് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ എൻ ക്യാപ്പ് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഞാൻ അന്ന് എക്സ്ട്രാ തന്ന ആ ഒരു നോട്ടിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ 2 സർഫസസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ 2 സർഫസസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നത് ഈ ഒരു സംഭവമാണ്, n1 ക്യാപ്പ് ഡോട്ട് n2 ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതിനകത്ത് n1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് സർഫസിൻ്റെ യൂണിറ്റ് വെക്റ്റർ, നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ del(phi1) ബൈ മോഡ് del(phi1) ആയിരുന്നു. ഓക്കെ, അതുപോലെ n2ഉം അതുപോലെ വരും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു സർഫസ് ആണ് തന്നതെങ്കിൽ ആ സർഫസിൻ്റെ നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? del(phi) ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് del(phi). ആ സർഫസിന് നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ. കാരണം ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ
ഫങ്ഷൻ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ഓക്കെ, ആ സർഫസിൻ്റെ ഗ്രേഡിയൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നോർമലായിട്ടുള്ള യൂണിറ്റ് വെക്റ്റർ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് വോളിയം ഇൻ്റഗ്രലാണ്. അപ്പോൾ വോളിയം ഇൻ്റഗ്രലിൽ വരുന്ന സമയത്ത് നമുക്കവിടെ അറിയാം വോളിയം എലമെൻറ്റ് ഡീറ്റോ എന്ന് പറയുന്ന ആൾ സ്കേലാറാണ് അല്ലേ. അത് സ്കേലാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആകെ 2 kinds ഓഫ് വോളിയം ഇൻ്റഗ്രൽസേ വരുള്ളൂ. ഒരെണ്ണം സ്കേലാർ, നമ്മുടെ സ്കേലാർ ഫംഗ്ഷൻ്റെ സ്കേലാർ ഫീൽഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ഫൈ ഓഫ് ആർ ഡി വിയും അതുപോലെ വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി ഓഫ് ആർ ഡി വിയും. ഇത് നമ്മുടെ ഓർഡിനറി ഇൻ്റഗ്രേഷൻ പോലെ. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും വരിക? ഇവിടെ നമുക്ക് വി എന്ന് പറയുന്ന ആളെ വെക്ടറായിട്ട് മാറ്റി എഴുതി കഴിയുമ്പോൾ എക്സ് ക്യാപ്പ് ഇൻറ്റു വി എക്സ് ഡി വി പ്ലസ് വൈ ക്യാപ്പ് ഇൻറ്റു വി വൈ ഡി വൈ പ്ലസ് സെഡ് ക്യാപ്പ് ഇൻറ്റു വി സെഡ്, സോറി ഡി വി ആണ് കേട്ടോ. ഡി വി എന്ന് പറയുന്നത് സ്കേലറാണ്. ഓക്കെ, വി എക്സ് ഡി വി, വി വൈ ഡി വി, വി സെഡ് ഡി വി എന്ന് വരും. ഓക്കെ, അതാണ് നമ്മുടെ വോളിയം ഇൻ്റഗ്രൽ വരുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന കുറച്ച് തിയറംസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള തിയറംസ് തന്നെയാണ്. സോ അതിനകത്ത് ഒരെണ്ണം ഗ്രീൻസ് തിയറം ഞാൻ പറയാം. ഗ്രീൻസ് തിയറം ഇൻ എ പ്ലെയിൻ. പിന്നെ നമുക്ക് വരുന്നത് ഏതാ? ഗോസസ് ഡൈവേർജൻസ് തിയറം ഉണ്ട്. ദെൻ സ്റ്റോക്സ് തിയറം ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻ്റഗ്രൽസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഗ്രീൻസ് തിയറം ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ലൈൻ ഇൻ്റഗ്രലുമായി കണക്ട് ചെയ്ത് വരുന്നതാണ് ഗ്രീൻസ് തിയറം ഇൻ എ പ്ലെയിൻ. അപ്പോൾ സപ്പോസ് നമുക്ക് പി ഓഫ് എക്സ് വൈ, ക്യൂ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഫംഗ്ഷൻസും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും സിംഗിൾ വാല്യൂഡ് ആണ്, ഫൈനൈറ്റ് ആണ്, കണ്ടിന്യൂസ് ആണ്. ഇൻസൈഡ് ആൻഡ് ഓൺ ദ ബൗണ്ടറി സി, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു ബൗണ്ടറിയുടെ അകത്തും ആ ബൗണ്ടറിയുടെ മുകളിലും ഈ ഒരു ഫംഗ്ഷൻസും അതിൻ്റെ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ്, സിംഗിൾ വാല്യൂഡ് ആണ്, ഫൈനൈറ്റ് ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് ഗ്രീൻസ് തിയറം പറയുന്നത്, ഗ്രീൻസ് തിയറം ഇൻ എ പ്ലെയിനിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്നായിരിക്കും. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്നായിരിക്കും. ഓക്കെ, ഇതാണ് ഗ്രീൻസ് തിയറം ഇൻ എ പ്ലെയിനിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതുപോലെ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്? സ്റ്റോക്സ് തിയറം വരുന്നുണ്ട്, അതുപോലെ ഗോസസ് ഡൈവേർജൻസ് തിയറം. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്തിട്ട് നോട്ടിൽ എഴുതുക. ഓക്കെ, then അതിനകത്ത് വരുന്നതാണ് ഈ നമ്മുടെ ഗ്രേഡിയൻ്റ്, ഡൈവേർജൻസ്, കേളിൻ്റെയൊക്കെ ഇൻ്റഗ്രൽ ഡെഫിനിഷൻസ്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഓരോന്നിൻ്റെ നമ്മുടെ ഡെൽ സൈ, ഡെൽ ഡോട്ട് പി, ഡെൽ ക്രോസ് ബി, ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രൽ ഡെഫിനിഷൻസ് ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ആ ഒരു കാർട്ടീഷ്യൻ ജനറൽ ഓർത്തോഗണൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഈ ഓരോന്നും ഡിറൈവ് ചെയ്തിരുന്നത് അല്ലേ. സോ ഡെൽ സൈ ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ ഡീറ്റോ ടെൻഡിങ് ടു 0 സൈ ഡി സിഗ്മ ഡിവൈഡഡ് ബൈ ഡീറ്റോ. അതുപോലെ ഡെൽ ഡോട്ട് വിയുടെ ഇൻ്റഗ്രൽ ഡെഫിനിഷൻ ഉണ്ട്. ദെൻ ഡെൽ ക്രോസ് വിയുടെ ഡെഫിനിഷൻസ്. ഓക്കെ, സോ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്നത്.